Good morning, everybody. Good morning. Good afternoon. Good afternoon, everybody. ഞങ്ങൾ ഇപ്പോഴാണ് വിളിച്ചത്. അല്ലേ പറയൂ, ഇതെന്തിനാന്നറിയോ? ഇത് ഡേ ആഫ്റ്റർ ടുമോറോ അപ്പൊ പോവാത്തോണ്ട് അപ്പം നമ്മൾ എല്ലാരും പോകുന്ന കേറി ചേച്ചി നെഞ്ചത്ത് കൈ വെക്കുന്നു. ചേച്ചിയുടെ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് ഫോൺ വേണം. ഞാൻ പോയിട്ടാ വിളിക്കും. ചില എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായപ്പോഴത്തേക്കും നാട്ടിൽ പോകാനുള്ള ഡിസിഷൻ എടുക്കേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും കൂടി ഈ പ്രാവശ്യം പോകുന്നില്ല, രമി തന്നെയാണോ പോകുന്നത്. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ മുതൽ ടിക്കറ്റെല്ലാം കൺഫേം ആയത് മുതൽ എല്ലാവരും ഭയങ്കര ഡെസ്പായി. ഇതന്ന് പോകുന്ന ദിവസം നിയമോള് ഹന്നമോള് ഉറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഉറങ്ങുന്നത് ഓൾറെഡി ഞങ്ങൾ പോകേണ്ട ടൈമായി, പക്ഷെ ഇവർ ഏൽക്കുന്നുണ്ടായില്ല. ഉറങ്ങിക്കോട്ടെ എന്ന് രമിയും വിചാരിച്ചു. അങ്ങനെയെങ്കിൽ അപ്പോൾ പോകുന്നത് ഡിലേ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഉറങ്ങുന്നത്. പക്ഷേ അതുകൊണ്ട് ഞങ്ങളും ഓൾറെഡി ലേറ്റായി. കാരണം നാട്ടിലേക്ക് പോകുന്നതിൻ്റെ സമയത്ത് കുറച്ച് സാധനം ഒന്ന് മേടിക്കണമെന്നുണ്ടായിരുന്നു ജിദ്ദയിൽ. നിങ്ങളെ തോന്നുന്നു ഞങ്ങൾ എന്താ ഈ പുറത്ത് വന്ന ഡ്രസ്സൊക്കെ ഇട്ട് ബിക്കോസ് ഞങ്ങൾ ജിദ്ദയിൽ പോവുക. ബിക്കോസ് അപ്പ എന്തിന് നാട്ടിൽ പോവാ. സോ സാഡാണ്. 10 to 11 days. അപ്പൊ കാറിൽ കയറിയിട്ട് ഞങ്ങള് കാണാം. ബൈ. ദിവസം എടുക്കും. 10 to 11 days. 10 to 11 days. Long time. Yeah, okay, I got that. 10 to 11 days. 2 days വന്നിട്ട് വന്നാൽ അല്ല, ആഫ്റ്റർനൂൺ വന്നിട്ട് നൈറ്റ് വരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെ പോണേ? അപ്പൊ വേറെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് പോണല്ലേ? അങ്ങനെ ഞങ്ങൾ ജിദ്ദയിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഒരു 2.5 hours ഉണ്ട് എയർപോർട്ടിലെത്താൻ. അതിനുമുമ്പ് ഞങ്ങൾക്ക് ജിദ്ദയിലൊന്ന് കയറണം. ജിദ്ദയിൽ മീൻസ് ബലദിലൊക്കെ ഒന്ന് പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കണം. ബലതാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അറിയില്ല, ഞങ്ങൾക്ക് പ്രോപ്പർ കുറേ പ്ലേസസ് ഒന്നും അറിയില്ല കേട്ടോ. So now we're at the car and I'm playing this cute little game and I'm playing the exam but an obby. Yeah, this one is also a hobby, but I have some like cute characters. But I have humans that I decorated with that. There is cappuccino. That's all. Oh yeah. ജിദ്ദയിൽ എത്തിയപ്പോഴത്തേക്കും ടൈം 7:30 ഒക്കെ ആയി. പിന്നെ കുറേ സാധനങ്ങൾ അങ്ങനെയൊന്നും മേടിക്കാനില്ല, കാരണം ഇതൊരു എമർജൻസി ട്രിപ്പ് യാത്രയാണല്ലോ, അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. ബട്ട് കുറച്ച് ഡേറ്റ്സോ നട്ട്സ് അങ്ങനെ മേടിക്കാൻ മാത്രമേ പ്ലാൻ ഉള്ളൂ. Guys, actually unlock my tablet because it's face. Mine too. It's face. Watch this. It won't work for you. See? It will work for me. Watch this. It will open. Watch. It won't work for you, guys. But look at me. Unlock place. You have to do the number. But
ഇപ്പോൾ ഇവരെ കാണുമ്പോൾ ഭയങ്കര കളിയും ചിരിയും തമാശ പറച്ചിലും ഭയങ്കരമായിട്ട് ടാബിൽ എന്താ പറയുക യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുന്നത്. പക്ഷെ എനിക്കറിയാം കുറച്ച് കഴിയുമ്പോൾ കാര്യത്തിനോടെടുക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയി ഭയങ്കര കരച്ചിലായിരിക്കും. പക്ഷെ ഇവരെ എനിക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കരച്ചിലെല്ലാം ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്കും വിഷമമുണ്ട്. ജിദ്ദയിലെ ബലദിനടുത്ത് തന്നെ ഹെർബ് സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വെക്കേഷൻ പോകുന്ന സമയത്ത് സ്വീറ്റ്സ് മേടിക്കാറ്. നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഷോപ്പ് ഞാൻ എല്ലാവർക്കും വേണ്ടി റെക്കമെൻഡ് ചെയ്യും. നല്ല കസ്റ്റമർ സർവീസും കൂടിയാണ്. പിന്നെ അതിന് ഷോപ്പിന് ഓപ്പോസിറ്റ് തന്നെ ഞങ്ങളൊരു മൊബൈൽ ഷോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തു. കാരണം ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫോൺ മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ സ്ക്രീനിൻ്റെ കാർഡ് ഇടുന്നതിന് വേണ്ടി വെച്ചിട്ട് കയറിയതാണ്. ഈ സ്ക്രീൻ കാർഡ് ഇടാൻ വേണ്ടിയിട്ട് കയറിയപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്, നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയായിരിക്കും, പക്ഷെ ഞാൻ ലേറ്റ് ആയിട്ടോ അറിഞ്ഞത്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ക്രീൻ കാർഡ് ഉണ്ട് എന്ന് തന്നെ അറിഞ്ഞത് അവിടെ ചെന്നപ്പോഴാണ്. കാരണം അതിൽ പ്രോമാറ്റ് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത് ഈ സ്ക്രീൻ കാർഡിൽ നമ്മളിങ്ങനെ ഫോൺ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ കൈയുടെ ഫിംഗറിൻ്റെ പാടൊക്കെ ആവത്തില്ലേ, അപ്പോൾ അതൊന്നും ആവില്ലെന്നാണ് അവർ പറയുന്നത്. സോ ഞങ്ങൾ അതിൻ്റെ ഒരു പ്രോയാണോ മാറ്റാണോ ഇതിലേതോ ഒന്നാണ് ഞങ്ങൾ മേടിച്ചത്. ഇവിടെ ഇപ്പം നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായ ലബൂബ്, കാരണം നിയമോളും ഹന്നമോളും കൂടി ആ ഷോപ്പിൽ നിന്ന് ലബൂബ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായി അമീലിയ മോൾക്ക് വേണ്ടിയിട്ട്. പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ വന്ന ടാക്സി കുറച്ച് ദൂരമായിട്ട് എത്തേക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് തിങ്സ് എല്ലാം കയ്യിലുള്ളതുകൊണ്ട് ടാക്സിയിലെ ആളുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകണം. അതിനുശേഷം വേണം എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വിഷമാണോ? ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി തോന്നുന്നുണ്ടോ നിങ്ങൾക്കോ? അന്നയ്ക്ക് വീട്ടിൽ പോകുന്നതാണോ ഭംഗി തോന്നുന്നുണ്ടായിരുന്നു. പൊതുവേ ഉള്ള ചൂടിനെ അപേക്ഷിച്ചിട്ട് ജിദ്ദയിൽ അത്ര ചൂടില്ല. അപ്പനെ വിടില്ലാന്നാ? സമയം പോണ്ടേ ഇല്ലേ? നമ്മൾ വെറുതെ അവിടെ വരെ പോയിട്ട് പോസ്റ്റ് ആവില്ല. വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ പോസ്റ്റ് ആവും. ഇവിടെ ആകുമ്പം അങ്ങനെ ചൂടറിഞ്ഞില്ല കേട്ടോ ഇന്ന്, ഇല്ലേ? ജിദ്ദയിൽ അത്ര ചൂടില്ലാന്ന്. മംഗളാരത്ത് വന്നിട്ട് പിന്നെ ഒരു 10 നേരം തെറ്റുണ്ട്. ഇപ്പം എന്താ ഇവിടെ അടികൂടെ നല്ലോണം ഭക്ഷണം കഴിക്കണം, നല്ലോണം ഉറങ്ങണം, നല്ലോണം പഠിക്കണം, നല്ലോണം പിന്നെ ഉറങ്ങണം, പിന്നെ രാവിലെ എണീക്കണം, പിന്നെ ഉറങ്ങി എന്നിട്ടൊന്നുമില്ല. എന്നിട്ടൊന്നുമില്ലടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായത് MRI റെസ്റ്റോറൻറ്റിലാണ്. MRI റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ചൂസ് ചെയ്തതല്ല, അക്കോർഡിംഗ് ടു ഞങ്ങളുടെ ഡ്രൈവറിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. കാരണം പുള്ളിക്കാരന് ന്യൂ ഹോളിഡേയ്സിലേക്ക് പോകാനുള്ള വഴി അറിയത്തുന്നില്ല. അതുകൊണ്ട് മാത്രം ഞങ്ങൾ MRI റെസ്റ്റോറൻറ്റിൽ പോയതാണ്.
ഈ റെസ്റ്റോറൻറ്റിൽ മുന്നേ ഒരു വട്ടം ഞങ്ങൾ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ ചൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും ന്യൂ ഹോളിഡേയ്സ് ചൂസ് ചെയ്യുന്നത്. ന്യൂ ഹോളിഡേയ്സിലെ കസ്റ്റമർ സർവീസും അവിടുത്തെ ഫുഡും അറ്റ്മോസ്ഫിയറും നല്ലതായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ന്യൂ ഹോളിഡേയ്സ് തന്നെയാണ്. മക്കൾസ് ഓർഡർ ചെയ്തത് പാൽ പൊറോട്ടയാണ്. പാൽ പൊറോട്ടേൻ്റെ മേലെയുള്ള ടോപ്പിങ്സൊന്നും അവർക്ക് ഇഷ്ടമുണ്ടായില്ല. സോ അതെല്ലാം ഞാനെടുത്ത് മാറ്റി. ഞാൻ ഒരു കള്ളഷാപ്പ് മീൻ കറി എന്നൊക്കെ പറഞ്ഞിട്ട് അതും പിന്നെ അപ്പം ആട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ മേടിച്ച ഫിഷ് കറി പിന്നെ അപ്പം. എനിക്ക് ഫിഷ് കറി അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. ചെറുതായിട്ട് അത് കേടായിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ചെറുതായിട്ട് കേടായിട്ടുണ്ട്. കാരണം അത് നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവത്തില്ലേ. മുന്നേ ഇതുപോലെ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ടൈമിൽ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഓക്കെ കസ്റ്റമേഴ്സ് എല്ലാം കൂടുതലാണ്, തിരക്കാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഈച്ച് ആൻഡ് എവരി കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന അന്നത്തെ ഫുഡ് അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല. സോ അതിനുശേഷം ഇങ്ങോട്ട് വരാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഡ്രൈവർക്ക് വഴി അറിയാത്തത് കൊണ്ടും ന്യൂ ഹോളിഡേയ്സ് എവിടെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വഴി ഞങ്ങൾക്കും അത്ര അറിയാത്തത് കൊണ്ട് മാത്രമാണ് അയാളുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഇതിൻ്റെ ചാറ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മീൻ കഴിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് കേടായിട്ടുണ്ട് എന്ന്. നിയമോളും ഹന്നമോൾക്കും വേണ്ടിയിട്ട് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഒരാൾക്ക് ഓറഞ്ച് ജ്യൂസും ഒരാൾക്ക് പൈനാപ്പിൾ ജ്യൂസും. ഇതിൽ ഹന്നമോളുടെ ഫേവറേറ്റ് ആട്ടോ ഓറഞ്ച് ജ്യൂസ്, നിയമോളുടെ പിന്നെ പൈനാപ്പിൾ ജ്യൂസും വാട്ടർമെലനും. ഒരു ഫോർക്കും ഒരു ഇതുമായിരുന്നു. അത് ഞാൻ ഇത് ചേച്ചിയുടെ. ഹന്നമോൾക്ക് എന്താണ് ഇത്ര ഭയങ്കര ഇഷ്ടം ഓറഞ്ച് ജ്യൂസ് എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ അവൾ ഇതുവരെയായിട്ടും വേറൊരു ജ്യൂസ് ട്രൈ ചെയ്തിട്ട് പോയില്ല കേട്ടോ. അവൾക്ക് ഓറഞ്ച് ജ്യൂസും മതി. ഇതിൻ്റെ ഇതെല്ലാം കണ്ടിച്ചിട്ട് ഒരു രസം തോന്നില്ല കേട്ടോ. ഫുഡെല്ലാം കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് പോവാം. ഇപ്പോൾ പതുക്കെ എല്ലാവരുടെയും മൂഡ് മാറി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമാട്ടോ. കുറച്ച് ദിവസത്തേക്കാണെങ്കിലും മാറി നിൽക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. അതെല്ലാവർക്കും സെയിം തന്നെ ആയിരിക്കും. നമ്മുടെ പാർട്ട്ണർ നമ്മളെ വിട്ടേച്ചിട്ട് കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ആ ഒരു സെയിം മിസ്സിങ് തന്നെയാണ് ഇപ്പോൾ എനിക്കും. ഈ ഫുള്ള് ഡാർക്കും അതിൻ്റെ ഇടയ്ക്കുള്ള ലൈറ്റൊക്കെ കാണുമ്പോഴത്തേക്കും പുറത്തോട്ട് ഇങ്ങനെ നോക്കി അങ്ങ് ഇരിക്കും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. പക്ഷെ കാണിക്കണമെന്ന് ഒട്ടും താല്പര്യമില്ല. സോ എയർപോർട്ട് എത്തി. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. നിയമോളും ഹന്നമോളും കരഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. വണ്ടി അത്ര വലിയ ലഗേജൊന്നും ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഒരു ട്രോളി ബാഗാണ്. ആ ട്രോളി ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. സോ നിയമോളും ഹന്നമോളും അപ്പയുടെ കൈ പിടിച്ച് വെച്ചിട്ട് അങ്ങനെ നടക്കുവാണ്. കുറച്ച് ടൈം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അവരപ്പനെ വിടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ അവരങ്ങനെ പൊക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. സോ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ട്രോളി എടുത്തേക്കാണ്. പിന്നെ ഈ എയർപോർട്ടിലേക്ക് കയറ്റി വിടുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. ട്രാവലറിനെ മാത്രമാണോ. വാ. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് വേറൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ പുള്ളി കരുതിയിട്ടുണ്ടാവും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ട്രാവൽ ചെയ്യുവാണെന്ന്. സോ ഞങ്ങളും ഒന്നും പറയാൻ വേണ്ടിയിട്ട് നിന്നില്ല. ഞങ്ങളും അങ്ങനെ കയറി. കാരണം അത്രയും ടൈം കൂടി രമിയോട് സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇനി ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് എവിടെ നിന്നാണെന്ന് നോക്കണം.
അപ്പോൾ ബോർഡിൽ രമി തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായി 42-43 ആണെന്ന്. ഓക്കെ ആയിരിക്കും. ബാംഗ്ലൂർ ഏറ്റവും ലാസ്റ്റ് അല്ലേ? 40-43 ഇവിടെ അല്ലേ? ബാ പോവാ. ആ ബാ. റാപ്പിംഗ് എൻ്റെ ഉണ്ട്. അവിടെ തന്നെ ഒരു വെയിറ്റ് മെഷീൻ ഉണ്ടായി. അപ്പോൾ അത് 2 റിയാൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ 2 റിയാൽ തന്നെ വേണമെന്നില്ല, 1ൻ്റെ തന്നെ 2 കോയിനായിരുന്നാലും മതി. അപ്പോൾ ഞങ്ങൾ ഹാൻഡ് ക്യാരിയുടെയും ലഗേജിൻ്റെയും വെയിറ്റ് നോക്കിയിട്ടുണ്ടായി. 30 kg അലൗഡാണ്, പക്ഷെ ഞങ്ങളുടെ അത്രയൊന്നും ഇല്ല. എന്നാലും ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചെക്ക് ചെയ്തതേ ഉള്ളൂ. എവിടെ? രണ്ടാളും പരസ്പരം കരയരുത് എന്ന് പറയുന്നതാണ്. പക്ഷേ അവരുടെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായി. വിട്ടോ 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 നീയാ. ഇതിൽ ഹന്നമോള് നോക്കണ്ട, ഹന്നമോൾക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുമ്പം അവൾ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യും. പക്ഷെ നീയക്കുട്ടൻ അങ്ങനെയല്ല, അവൾ കരയാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അവളുടെ അപ്പനെ പോലെയാണ്. വിഷമം എന്തെങ്കിലും ഉണ്ടെങ്കിലും അവളത് ഉള്ളിൽ വെക്കും. പിന്നെ ഒട്ടും പറ്റാണ്ടാകുമ്പോഴത്തേക്ക് മാത്രം കരയും. പക്ഷെ എനിക്കറിയാം അവൾ കുറേ കഴിയുമ്പോഴത്തേക്കും രമി പോകുന്നത് മീൻസ് നമ്മുടെ അടുത്തുനിന്ന് മാറിക്കഴിയുമ്പോൾ അവൾ കരയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. $42, $43 കൗണ്ടറിൽ പറയത്തക്ക അത്ര വലിയ തിരക്കൊന്നുമില്ല. സോ ഞങ്ങൾ അധികം ആളില്ലാത്ത 2 പേര് മാത്രമായിരുന്നു ആ കൗണ്ടറിൽ ഉണ്ടായിരുന്നത്, ക്യൂവിലുണ്ടായിരുന്നത്. സോ ഞങ്ങൾ അവിടത്തേക്ക് തന്നെ പോയി. ഡൽഹി ഇതാപ്പാ 42-43 ബാംഗ്ലൂർ 42-43. ഇവിടെ കയറിക്കോ. ഇവിടെ ഇവിടെ ഇവിടെ
ഗൈസ് ഓ മൈ ഗോഡ് ഒരു 12 ഡേയ്സ് അപ്പോൾ പോകുന്നതിനാണോ? ഞാൻ ഒതുക്കി വെച്ചേക്കാണ്, എന്നെ പൊട്ടിപ്പിക്കല്ലേ. ഞാൻ എവിടെയെങ്കിലും പോയിരുന്നു എനിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ടിഷ്യൂ ഉണ്ട് എനിക്ക് കരയാൻ. കിട്ടാൻ പോലെ തപ്പേണ്ട ടിഷ്യൂ അല്ലേ ഞാൻ കരുതി. ബട്ട് ഗോഡ് ഗ്രേസ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരെ കയറാൻ പറ്റും. പക്ഷേ ചിലർ പറഞ്ഞത് പുതിയ എയർപോർട്ടാണെങ്കിൽ മാത്രമാണ് ഭയങ്കര ഇതായിട്ട് കയറാൻ പറ്റത്തുള്ളൂ. പഴയ എയർപോർട്ടിൽ മറ്റേ നിങ്ങൾ ഈ പ്രാവശ്യം വന്നില്ലായിരുന്നോ മറ്റേ എന്താ അക്വേറിയുള്ള എയർപോർട്ട്, അവിടെ മാത്രമാണ്, അതാണ് ന്യൂ എയർപോർട്ട്, അവിടെ മാത്രമാണ് കയറ്റി വിടുക. പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നപ്പോൾ കണ്ടപ്പോൾ അക്വേറിയം ഇവിടെ അല്ല, വേറെ എയർപോർട്ട്. ഇതേ ഷൂ അങ്ങനെ ഉള്ളിലിട്ടിട്ട് സോക്സും കൂടി ഇടുമ്പോഴായിട്ട് ഇത് ഫ്രീ അല്ലേ? ഈ ഷൂവിൻ്റെ കഥ ഇത് നിയ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഹീലിൻ്റെ ചെരുപ്പാട്ടോ ഇട്ടത്. അത് ഇവിടെ നിന്ന് അതിൻ്റെ ഹീല് ഇച്ചിരി പറഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ടായി. സോ രമി അവൾക്കൊരു ഷൂ മേടിച്ചു. അങ്ങനെ ലഗേജ് എല്ലാം കയറ്റി വിട്ടു. രമി ഇപ്പം എമിഗ്രേഷനിലേക്ക് പോവുകയാണ്. എമിഗ്രേഷനിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ, അതുവരെയല്ലേ ഉള്ളൂ. സോ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. ഹന്ന ബാത്റൂമിൽ പോണോ? ഇനി ഞാൻ ബാത്റൂമിൽ പോണോ? രമി പോകുന്ന കണ്ടപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര കരച്ചിലായി. സോ എനിക്ക് ഇവർ കരഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ബാക്കി പെട്ടെന്ന് ഇങ്ങനെ ഏങ്ങലടിക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര ശ്വാസം കിട്ടാണ്ടാവുക, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരും കേട്ടോ. സോ എനിക്ക് വേഗം വെള്ളം മേടിച്ചെടുക്കണം, കാരണം ഇതിൽ വെള്ളം തീർന്നിട്ടുണ്ടായി. പിന്നെ ബാക്കി വെള്ളം ഇരിക്കുന്നത് കാറിലാണ്. സോ ഞാനവിടെ ഒരു ഇത് കണ്ടിട്ടുണ്ടായി, അവിടെ നിന്ന് നമ്മൾ സ്വൈപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വെള്ളം എടുക്കാം. ഈ ഓടുന്നത് വെള്ളം അടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പുറകിൽ നിന്ന് രമി ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായി. ഇമിഗ്രേഷന് പോകുന്നതിൻ്റെ അവിടെ നിന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി പറ്റും, പുറത്തുനിന്ന് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വീണ്ടും അപ്പൻ ഒന്നുകൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടാളും അപ്പൻ അടുത്തേക്ക് ഓടുന്ന കേട്ടോ. ജസ്റ്റ് പോകുന്ന ജസ്റ്റ് പോയിട്ട് വെള്ളമുണ്ട് അതെ, 2-3 വെള്ളമുണ്ട്. അപ്പം അത് മതിയടാ. അപ്പം ബാംഗ്ലൂർ എത്തുമ്പോൾ വേറെ വെള്ളം കുടിച്ചോളൂ. എന്നാൽ ഓക്കെ കേട്ടാ, ഇനി അധികം കരയും, ഞാൻ പോകണേ. പോവാണല്ലോ, പിടി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് സൗദി എയർപോർട്ടല്ലേ. സോ ജസ്റ്റ് ഹാൻഡ് മാത്രം കൊടുത്ത് വെച്ചിട്ട് ഞങ്ങൾ പോകും. ഇതെല്ലാം ഒരു മെമ്മറീസ് അല്ലേ, ഫ്യൂച്ചറിൽ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല ഓർമ്മകൾ, അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ക്യാപ്ചർ ചെയ്തത്. കാരണം എനിക്ക് നല്ല വിഷമമുണ്ട്, അവർ നന്നായിട്ട് കരയുന്നുണ്ട്, അവരെ ആശ്വസിപ്പിക്കണം. സോ പക്ഷെ ഇതെല്ലാം പിന്നീട് കാണുമ്പോഴത്തേക്കും
നമുക്ക് ചില മിസ്സിങ്സ്, നമ്മുടെ നല്ല ഓർമ്മകൾ അതെല്ലാം നമുക്ക് വീണ്ടും കിട്ടത്തില്ലേ, അതിന് വേണ്ടിയിട്ട് മാത്രം ക്യാപ്ചർ ചെയ്തു. ഞങ്ങൾ വീട്ടിൽ എത്തിയതിന് ശേഷം രമീനെ വീഡിയോ കോളിൽ വിളിക്കുന്ന കേട്ടോ. കാരണം രമി അപ്പോഴായിരുന്നു ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങളുടെ പൂച്ചക്കുട്ടൻ മാക്സിന് രമീനെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. കാരണം അവൻ കാണുമ്പോൾ ഞങ്ങൾ 4 പേരായിട്ട് പോയിട്ട് റിട്ടേൺ വരുമ്പോൾ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് രമി. അപ്പോൾ രമീനെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ രമിക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. ആക്ച്വലി എല്ലാവർക്കും മിസ്സിങ് ആയിരുന്നു. രമിക്കും നല്ല വിഷമം വരുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റിലേക്ക് വരുമ്പോൾ ഞാൻ വീഡിയോ ക്യാപ്ചർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രമി അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ മാത്രം തനിച്ചാക്കി വെച്ചിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. നാട്ടിലേക്കാണെങ്കിലും പ്രവാസ ജീവിതത്തിലേക്ക് പോകുമ്പോഴാണെങ്കിലും അതൊരു പാർട്ട്ണറെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരു പാർട്ട്ണർ മാത്രമല്ല കേട്ടോ, ഫ്രണ്ട്സ് ആയിരുന്നാലും മക്കൾസ് ആയിരുന്നാലും എല്ലാവർക്കും ഒരു പ്രത്യേക വിഷമം തോന്നും, പ്രത്യേകതരം വിഷമം തോന്നും. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ಒಂದು ನಿಮಿಷ ಇತ್ತೆ ಬರ್ತದೆ. ಸೈನ್ ಮಾಡಿ രമിയെ കണ്ടുവച്ചിട്ട് അമ്മ നല്ല ഇമോഷണലായിട്ടോ. പിന്നെ രമി ആ ഇമോഷണൽ വെച്ചിട്ട് എങ്ങനെയാണ് വീഡിയോ ക്യാപ്ചർ ചെയ്യണത്, അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.